ഹായോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ പെർഫ്യൂം മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എലിക്സർ. എല്ലാ ബ്രാൻഡുകളും അവരുടേതായിട്ടുള്ള എലിക്സറുകളായിട്ട് പുറത്തു വരുന്നുണ്ട്. ഡിയോർ സവാജ് എലിക്സർ, പാക്കോറബാൻ 1 മില്യൺ എലിക്സർ, ബോസ് ബോട്ടിൽഡ് എലിക്സർ, അല്ലെങ്കിൽ JPG ലെമേൽ എലിക്സർ, അങ്ങനെ ഇഷ്ടംപോലെ എലിക്സറുകൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇറങ്ങി. അപ്പോൾ പാക്കോറബാൻ്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ഇൻവിക്ടസ്. ആ ഒരു ലൈനപ്പിലേക്ക് അവരൊരു എലിക്സർ റിലീസ് ചെയ്തു 2023 പാക്കോറബാൻ ഇൻവിക്ടസ് വിക്ടറി എലിക്സർ. അപ്പോൾ ഇന്ന് തണുപ്പൊക്കെ വരികയാണ്, ഡിസംബർ മാസമൊക്കെ എത്തുകയാണ്. ഭയങ്കര തണുപ്പൊന്നുമല്ല, എന്നാലും രാത്രികളൊക്കെ അത്യാവശ്യം തണുത്തു തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് us get to a review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, ഐ സുഫിയാൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഒരു വിംബിൾഡൻ്റെ ഒക്കെ ട്രോഫി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അറ്റമൈസർ എവിടുന്ന സ്പ്രേ ചെയ്യാന്ന് അറിയാണ്ട് പാടുപെടുന്ന കാണാം. ഞാൻ റൂമിൽ ഈ പെർഫ്യൂം കൊണ്ടുവച്ചപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവർ എവിടുന്ന് അടിക്കുന്നു നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ മേലാണ് ആറ്റമൈസർ ഇരിക്കുന്നത്. ഇതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലമ്പ ആറ്റമൈസറാണ്, നമുക്ക് വൃത്തിക്ക് സ്പ്രേ ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ തന്നെ നമ്മുടെ 1 മില്യൺ ലൈൻ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഗോൾഡ് പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഡീക്കൻ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഡീക്കൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വലിച്ചൂരാൻ പറ്റും. അപ്പോൾ ഊരിയതിനു ശേഷം ഇവിടെ നോസിൽ ഫിറ്റ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇത് അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റേ 1 മില്യണിലാണെങ്കിൽ ഫ്രണ്ടിലെ ഗോൾഡ് പ്ലേറ്റ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു അസംബ്ലി തന്നെയാണുള്ളത്. അപ്പോൾ കുഴപ്പമില്ല. നമുക്കിതിൻ്റെ സെൻറ്റ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ ആദ്യമായിട്ട് സ്റ്റോറിൽ നിന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പേപ്പർ സ്ട്രിപ്പിൽ അടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഗ്രീൻ മാംഗോ നോട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതിന്ന് ഞാൻ വിചാരിച്ചു ഈ സെൻറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ കടക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് കുറേ സ്ട്രിപ്പ് നമ്മളിങ്ങനെ ടെസ്റ്റേഴ്സ് കുറേ എണ്ണം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വിക്ടറി എലിക്സർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സെൻറ്റ് ഭയങ്കര ഇഷ്ടമായി. സ്റ്റോറിൽ നിന്ന് ട്രൈ ചെയ്തപ്പോൾ ഞാൻ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. നല്ല പ്രൈസ് ഉണ്ടായിരുന്നു, അറൗണ്ട് ഒരു 9K സംതിങ് ആണ്. അപ്പോഴൊക്കെ 100 ml പ്രൈസ് കിടന്നിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ കുറച്ചുകൂടെ ഒന്ന് കാത്തു നിന്നു. അപ്പോൾ SS ബ്യൂട്ടിയിൽ ഒരു സെയിൽ വന്നപ്പോൾ 200 ml അത്യാവശ്യം ഒരു 10K റേഞ്ച്, ആ ഒരു റേഞ്ചിലേക്ക് പ്രൈസ് വന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ ജനുവരി അങ്ങനെ എന്തോ ആണ്, നോക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ചാണ്. ഇപ്പോൾ കുഴപ്പമില്ല, അന്ന് വൃത്തിയായി. ഞാൻ ഈ തണുപ്പ് കാലത്തേക്ക് അത്യാവശ്യം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂം കൂടെയാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം വന്ന് ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ വേറൊരു തരത്തിലാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. ചിലപ്പോൾ അന്ന് കുറേ പെർഫ്യൂംസ് ടെസ്റ്റ് ചെയ്യാണല്ലോ, അപ്പോൾ ടെസ്റ്റ് സ്ട്രിപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അങ്ങനെ ആയിരിക്കാം ഞാൻ ഒരു ഗ്രീൻ മാംഗോ അക്കോർഡ് ഇതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിന്നിൽ സ്പ്രേ ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു കോംപ്ലിമെൻറ്റ് കിങ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം, ആക്ച്വലി ഒരു ഡിയോ ആണ്, ആക്സിൻ്റെ ഡാർക്ക് ടെംപ്റ്റേഷൻ. അത് അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. യൂത്തിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അന്ന് എത്രയാണെന്ന് അറിയില്ല, 120-150 ആ റേഞ്ചിൽ എന്താണ് അതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ അതിങ്ങനെ അടിച്ചു പിടിക്കും, കുറേ ഗ്യാസൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എല്ലാവർക്കും വളരെ, നമ്മൾ അടിച്ചു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഏതാണെന്ന് ചോദിക്കും. അന്ന് അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു സംഗതി അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പെർഫ്യൂം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ വരും. ആ ഒരു ആക്സിൻ്റെ ഡാർക്ക് ടെംപ്റ്റേഷൻ എന്ന ഡിയോ. പിന്നത്തെ ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൗണ്ടിയുടെ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? ബൗണ്ടിയുടെ ചോക്ലേറ്റ് ഉള്ളിൽ തേങ്ങയൊക്കെ ഫില്ല് ചെയ്ത് വരുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിലെ ആ ഒരു മിൽക്ക് ചോക്ലേറ്റിന് പകരം കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കും. അതിന് എന്ത് തരത്തിലുള്ള സെൻറ്റാണോ ഉണ്ടാവുക? കുറച്ചൊരു കോക്കനട്ടും ഈ ഒരു ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്മെല്ലുണ്ടാവും? ആ ഒരു ടൈപ്പ് സ്മെല്ല് ഇതൊന്ന് നിങ്ങൾ വളരെ അധികം നോട്ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റാണ് ഇത് സ്പ്രേ ചെയ്ത് കുറച്ച് കഴിയും നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നോട്ട്സ് ബ്രേക്ക് ഡൗണിലോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് സ്പ്രേയിൽ ചെറുതായിട്ട് ലാവൻഡറിൻ്റെ ആ ഒരു ഫ്രഷ് അരോമാറ്റിക് സ്മെല്ലൊക്കെ ഉണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിറ്റർ അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് ലൈക്ക് ലാവൻഡർ ഒന്നുമല്ല നിങ്ങൾ യാർഡ്ലി പെർഫ്യൂംസിലൊന്നും കാണുമ്പോൾ, അല്ലെങ്കിൽ നാക്സോസിൽ ഒക്കെ ഉള്ള പോലെ ഭയങ്കര പൗഡറി ലാവൻഡറും അല്ല. പകരം എല്ലാത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാവൻഡർ നോട്ട്. അതിൻ്റെ കുറച്ചുകൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള വെർഷൻ കാണുമെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്തിറങ്ങിയ റാൽഫ് ക്ലബ് എലിക്സർ എന്ന പെർഫ്യൂം ഉണ്ട്. അതിൻ്റെ ടോപ്പിൽ അതിൽ വരുന്ന ഒരു ലാവൻഡർ ഉണ്ട്. അതിൻ്റെ ഒന്നുകൂടെ ടോൺ ഡൗൺ ആയിട്ടുള്ള ഒരു വെർഷൻ.
ആ ഒരു ലാവൻഡർ അക്കോർഡ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ബാക്കി ആ ഒരു സ്വീറ്റ് നോട്ട്സ് കയറി വരുന്നുണ്ട്. അതായത് നമ്മുടെ വാനിലയുടെയും പിന്നെ ടോങ്ക ബീൻ്റെയൊക്കെ സ്മെല്ല് വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കയറി വരും, ഈ ഒരു സ്മെല്ലിലേക്ക്. അപ്പോൾ ഈ ഒരു വാനിലയുടെയും ടോങ്ക ബീൻ്റെയൊക്കെ സ്വീറ്റ്നെസ്സിൻ്റെ ഇടയിൽ കൂടെ ഇനി ഒളിഞ്ഞും തെളിഞ്ഞും എനിക്കൊരു കോക്കനട്ടിൻ്റെ സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും പിക്ക് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിഞ്ഞൂടെ. എന്നിരുന്നാലും എൻ്റെ മൈൻഡിൽ ആ ഒരു കോക്കനട്ട് ലൈക്ക് സ്മെല്ല് ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രസൻ്റ് ആണ്. പിന്നെ കുറച്ച് സമയം കഴിയാൻ തന്നെ ഈ ഒരു സ്വീറ്റ് സ്മെല്ലിലേക്ക് ഇൻസെൻസ് കൊടുക്കുന്ന ഒരു സ്മോക്കി ഫീല് കയറി വരുന്നുണ്ട്. അതുപോലെ പച്ചൂളി ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ചോക്ലേറ്റി ഫീൽ ഈ ഒരു സെൻറ്റിന് കൊടുക്കുന്നത്. പല പെർഫ്യൂംസിലും ഞാൻ പല റിവ്യൂസിലും പലരും എഴുതിയൊക്കെ ആയിട്ട് വായിച്ച് കണ്ടിട്ടുണ്ട്. അതായത് പച്ചൂളി ഒരു എർത്തി ചോക്ലേറ്റി നുവാൻസ് ആ ഒരു ടൈപ്പ് സ്മെല്ല് പല പെർഫ്യൂംസിലും കൊടുക്കും, പല നീഷ് സെൻറ്റുകളിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാലും ഞാൻ ആ ഒരു ബൗണ്ടി എന്ന് പറയാൻ കാരണം, ബൗണ്ടി എന്ന ചോക്ലേറ്റ് ഇതിലൊരു കോക്കനട്ട് പോലുള്ള ഒരു അക്കോർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പച്ചുള്ളി കൊടുക്കുന്ന കുറച്ചൊരു എർത്തിയായിട്ടുള്ള കുറച്ചൊരു ഡാർക്ക് ആ ഒരു ചോക്ലേറ്റി ഫീലും ഇതിലുണ്ട്. അതായിരിക്കാം ഞാൻ ബൗണ്ടി എന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെൻറ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള സെൻറ്റും ഈ ഒരു പെർഫ്യൂമിലുണ്ട്. പക്ഷെ ഡ്രൈ ഡൗണിലോട്ട് വനിലയുടെ സ്വീറ്റ്നെസ്സും ടോങ്ക ബീൻ കൊടുക്കുന്ന കുറച്ചൊരു വുഡി നാച്ചുറൽ ഒരു വനില ലൈക്ക് സ്വീറ്റ് സ്മെല്ലുണ്ട്. അതും ചെറുതായിട്ടൊരു സീഡർ വുഡിൻ്റെ പോലുള്ള വുഡി അക്കോർഡും പിന്നെ ലാബ്ദനം അല്ലെങ്കിൽ ബെൻസോയിനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു റസിനസ് സ്വീറ്റ് സ്മെല്ലുണ്ട്. അതൊക്കെയാണ് നമുക്കിതൊന്ന് മെയിനായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുക കൂടുതൽ സമയവും. പക്ഷെ എന്നിരുന്നാലും ഇതിൽ ആ ഒരു കോക്കനട്ട് ആ ഒരു ചോക്ലേറ്റി നോട്ടൊക്കെ വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റ് തന്നെയാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സെൻറ്റ് പ്രൊഫൈലായിരിക്കും ഇതിൻ്റെ. കുറച്ചൊരു സ്വീറ്റ് സ്മെല്ലുകൾ താല്പര്യമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്പ്രേ ചെയ്ത ഉടനെ തന്നെ അതൊന്ന് ആ ഒരു ഫ്രഷ് അരോമാറ്റിക് ലാവൻഡറിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ഏലക്കയുടെയൊക്കെ സ്മെല്ലുണ്ട്. പക്ഷെ അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വാനിലയുടെയും ടോങ്ക ബീൻ്റെയൊക്കെ സ്വീറ്റ് സ്മെല്ല് കയറി വരുന്നുണ്ട്. പിന്നെ അതിൽ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോക്കനട്ടിൻ്റെ ആ ഒരു സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതിലേക്കും പിന്നെ പച്ചുള്ളി കൊടുക്കുന്ന ഒരു ചെറുതായിട്ടുള്ള ഒരു എർത്തി ചോക്ലേറ്റി ഫീലുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസെൻസ് കൊടുക്കുന്ന ഒരു സ്മോക്കി നേച്ചറൊക്കെ ഉണ്ട്. എന്നാലും ഡ്രൈ ഡൗണിലോട്ട് വരുമ്പോൾ വാനില പിന്നെ ടോങ്ക ബീൻ്റെയൊക്കെ ചെറുതായിട്ടൊരു വുഡി നേച്ചറൊക്കെ ഉള്ള ഒരു സ്വീറ്റ് സ്മെല്ല്, പിന്നെ ലാബ്ദാനം അല്ലെങ്കിൽ ബെൻസോയിനൊക്കെ പോലെ ഇരിക്കുന്ന ചെറിയൊരു റസിനസ് സ്വീറ്റ്നെസ്സുമാണ്. ഇതൊന്ന് മെയിനായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു എലിക്സർ എന്ന പേരുകൊണ്ട് വല്ല മെച്ചമുണ്ടോന്ന്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സെൻ പ്രൊഫൈൽ തന്നെയാണ്. അതിനൊക്കെ പുറമെ നല്ല പെർഫോമൻസും ഈ ഒരു പെർഫ്യൂമിൽ കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം തണുപ്പുള്ള സമയങ്ങൾ മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ സ്കിന്നിലൊരു 6+ hours ഇത് കൂളായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോത്ത്സിലാണെങ്കിൽ 8 മണിക്കൂറിന് മേലെ, ചിലപ്പോഴൊക്കെ അടുത്ത ദിവസമൊക്കെ ഇതിൻ്റെ സ്മെല്ല് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല ലോഞ്ചിവിറ്റി ഉള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ ആദ്യത്തെ ഒരു 2 to 3 hours നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉള്ള ഒരു പ്രൊജക്ഷനും ഈ പെർഫ്യൂമിന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് 2 hour അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. നല്ല ഒരു സെൻട്രയിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഒരു സെൻട്രയിൽ ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ആവിയായി പോകുന്ന പരിപാടിയൊന്നുമില്ല. കുഴപ്പമില്ലാത്തുള്ള ഒരു പ്രൊജക്ഷനും ഈ ഒരു പെർഫ്യൂമിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല് തന്നെ ആണെങ്കിലും ഞാൻ ഒരിക്കൽ ടർഫ് പോകുന്ന സമയത്ത് ഒരു 5-6 സ്പ്രേ ഒക്കെ ടീഷർട്ടിന് മേലെ അടിച്ചിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വേർത്തിരിക്കുമ്പോൾ കൂടെയുള്ള ജൂനിയർ പയ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ വേർത്തിട്ടാണെങ്കിലും നല്ല സ്മെല്ല് തന്നെയാണല്ലോ അടുത്തുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ നന്നായി വേർത്ത് കഴിഞ്ഞാലും ചില സ്വീറ്റ് പെർഫ്യൂംസ് ഒക്കെ നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാഡായിട്ട് സ്മെല്ല് ചെയ്യും. പക്ഷെ ഇത് അതിൽ ആ ഒരു കാറ്റഗറിയിലല്ല. നിങ്ങൾ വേർത്താലും നമ്മുടെ ബോഡി ഓർഡറിനെ മാസ്ക് ചെയ്ത് നല്ലൊരു സെൻറ്റ് പ്രൊഫൈൽ, നല്ലൊരു സെൻറ്റ് പുറത്തേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പെർഫ്യൂമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലബ്ബിലൊക്കെ നമ്മൾ ഡാൻസൊക്കെ കളിക്കാൻ പോവുകയൊക്കെ ആണെങ്കിലും കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സെൻറ്റാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങളൊരു പാർട്ടി അല്ലെങ്കിൽ ഡേറ്റിന് പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ വൈകുന്നേരങ്ങളും രാത്രികളിലൊക്കെ പുറത്തു പോകുമ്പോൾ അത്യാവശ്യം തണുപ്പുള്ള സമയങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ പെർഫ്യൂമാണിത്. നിങ്ങൾ കരോലിന ഹെറേറയുടെ ബാഡ് ബോയ് എക്സ്ട്രീം എന്ന പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കുറച്ച് സാമ്യം ഈ പെർഫ്യൂമിനുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് മതി. രണ്ടും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ രണ്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പെർഫോമൻസിൻ്റെ കാര്യം നോക്കിയാണ് നിൽക്കുന്നതെങ്കിൽ ഇത് എടുക്കാനേ ഞാൻ പറയും. അപ്പോൾ അത്യാവശ്യം സ്വീറ്റ് സെൻറ്റുകളോടൊക്കെ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്ത് തന്നെയാലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എലിക്സർ റിലീസ് തന്നെയാണിത്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് MRP 9,800 രൂപ എങ്ങാണ്ടാണ് 100 ml. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ
കുറച്ച് കാലം ഒന്ന് ക്ഷമിക്കുക, ഒന്ന് കാത്തു നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് നല്ല സെയിലുകൾ വരാറുണ്ട്. 200 ml വരെ 9000 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. SS Beauty, ഷോപ്പ് സ്റ്റോപ്പിൻ്റെ ആപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ നൈക്കയിൽ കൂടുതലും പ്രൈസ് കൂടുതലാണ് കാണാറ്. ഹോട്ട് പിങ്ക് സെയിൽ എന്ന് പറഞ്ഞ സെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ, അല്ലെങ്കിൽ തിര എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ടാറ്റ ഓർ റിലയൻസ് ആണ്. അതുപോലെ ടാറ്റ ക്ലിക്ക് പാലറ്റ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നല്ല ഓഫറുകൾ ഇടയ്ക്ക് വരും. അപ്പോൾ അത് നോക്കി വേണം മേടിക്കാൻ. നിങ്ങൾ 9000 രൂപ തന്നെ മുടക്കി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കാത്തു നിന്നാൽ മതി. എന്തായാലും ഈ ഒരു പെർഫ്യൂം ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമൻസിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോനെ കുറിച്ച് എന്തായിരുന്നാലും അറിയിക്കാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.